ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പപ്പ പ്ലാറ്റേഴ്സ്. ഇപ്പോൾ പൈനാപ്പിളൊക്കെ ധാരാളം അവൈലബിൾ അല്ലേ? അപ്പോൾ ഈ വിഷുവിന് നമുക്ക് സ്പെഷ്യലായിട്ടൊരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം കേട്ടോ. ഇതിന് കൃത്യമായിട്ട് അളവൊന്നുമില്ല, ഒരു കപ്പോളം ഉണ്ടാവും ഇത്. ഇതിലേക്ക് 2-3 പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ചുമന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളുടെ പുളിശ്ശേരിക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ പൈനാപ്പിളൊക്കെ ഒന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാൻ. ഇതിപ്പോൾ ഇങ്ങനെ വേവിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു കുക്കറിൽ ഇട്ടിട്ടായാലും 1-2 വിസിൽ കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ പൈനാപ്പിൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജീരകവും കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമില്ല കേട്ടോ, നമ്മൾ നേരത്തെയും പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് നോക്കിയാൽ ഇതുപോലെ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തൈരിന്. ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചായാലും അടിക്കുക, അല്ലെങ്കിൽ മിക്സിയിലായാലും അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തൈരും തേങ്ങാരപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടോ നമ്മുടെ പൈനാപ്പിൾ എന്തായി നോക്കാം. ഒരു സ്പൂൺ വെച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കി അറിയാം കേട്ടോ ഇത് വെന്തോന്ന്. അത് കണ്ടില്ലേ, നല്ല സൂപ്പറായി വെന്തിട്ടുണ്ട്. പൈനാപ്പിൾ വെന്തതിന് ശേഷം നമ്മളുടെ തേങ്ങാരപ്പ് ഉണ്ടല്ലോ, നാളികേരവും ജീരകമൊക്കെ ഇട്ട് അരച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അരപ്പ് നമ്മുടെ പൈനാപ്പിളിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്ന് വെവട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പുളിശ്ശേരിയിലെ ഉപ്പും എരിവും പുളിയൊക്കെ കുറച്ച് കൂടുതൽ വേണ്ടി വരും കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ പൈനാപ്പിളിൽ തന്നെ പുളിയും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് നമ്മുടെ പഞ്ചസാരയുടെ അളവിലും വ്യത്യാസം വരും കേട്ടോ. ഇതിലേക്ക് നമ്മളുടെ അടിച്ചു വെച്ച തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പിരിയും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പുളിശ്ശേരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഒന്ന് പോരാൻ തോന്നിയാൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. പക്ഷേ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമുക്ക് കടുക് വറക്കാണ്ട്. നമ്മൾ പുളിശ്ശേരി ഒന്ന് കാച്ചിയെടുക്കണ്ടേ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1-1.5 ടീസ്പൂൺ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചുമന്ന ഉണക്കമുളക് ഉണ്ടല്ലോ അത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നിർബന്ധമായിട്ട് ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോകും. ഇത്ര ടേസ്റ്റിയായ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് കൊണ്ട് അത് കൊളാക്കുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പറയണം കേട്ടോ. ഇനി ഈ കടുക് വറുത്തത് നമ്മുടെ പുളിശ്ശേരിയുടെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉഗ്രൻ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി. അപ്പോൾ ഈ വിഷുവിന് നിങ്ങളെല്ലാവരും ഈ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ സമയം കിട്ടുമ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോസും കൂടി ഒന്ന് കണ്ടുവരണം കേട്ടോ. ബൈ ബൈ.